ഹലോ, ഇന്ന് നമുക്ക് DM ലൈഫ് USB 2.0 4 പോർട്ട് USB ഹബ് അതിലെ അൺബോക്സിംഗ് ആണ് കാണാൻ പോകുന്നത്. ഇതിനാൽ ബാങ്ക്വുഡ് ഇന്ന് വാങ്ങിച്ചതാണ്. പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ മാസം ഡിസംബർ 31 അകത്ത് റിഡീം ചെയ്യണമായിരുന്നു. അതുകൊണ്ട് അത് ഈ സാധനം USB ഹബ്ബ് ഇപ്പോൾ എനിക്കുള്ള ഹബ്ബെല്ലാം ചെറിയ ഹബ്ബാണ്. ഇത് കുറച്ചുകൂടി വലിയ ഹബ്ബായിട്ട് തോന്നി. അത് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പാക്കേജിങ് ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് പാക്കേജിങ്. ഇതിനകത്ത് USB ഹബ്ബുണ്ട്. അത് കൂടാതെ ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇതൊന്ന് കാണാം. അത് കൂടാതെ നമുക്ക് ചൈനീസ് മാനുവൽ ഉണ്ട്. ഇതൊന്നും മനസ്സിലാകുന്നില്ല. DM എന്ന കമ്പനിയുടെ മാനുവലാണ്. ഇത് കണ്ടിട്ടൊന്നും പിടികിട്ടുന്നില്ല. പക്ഷേ സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് CN സൈറ്റാണ്. .cn ആണ് സൈറ്റ്. അപ്പോൾ അത് ഇംഗ്ലീഷ് വേർഷൻ ഉണ്ടോ എന്ന് അറിയില്ല, നോക്കണം. പക്ഷേ ഇത് സാധാരണ ഇതിന് നമുക്ക് മാനുവൽസ് ആവശ്യമില്ല. ഇത് നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ് USB ഹബ്ബ്. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഹബ്ബ് 4 USB 2.0 ഹബ്ബാണ് ഉള്ളത്. ഇതിൽ ഓരോ ഹബ്ബിൻ്റെ മുന്നിലും പവർ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ഡ്രൈവാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഒരു പെൻ ഡ്രൈവ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് ഓഫ് ചെയ്യാം. ഈ ഏതാണ് ഉപയോഗിക്കുന്ന ഹബ്ബ് പോർട്ട് അത് മാത്രം പവർ ഓൺ ചെയ്ത് കൊടുത്താൽ മതി. പവർ സേവിങ് ആണ്. അത് മാത്രമല്ല, ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഹബ്ബ് ഒക്കെ ചെറിയ കേബിളായിരിക്കും, ഇത്രയൊക്കെ കാണത്തുള്ളൂ കേബിള്. പക്ഷേ ഇത് ധാരാളം കേബിൾ അറൗണ്ട് ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 120 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കണം. 120 സെൻറ്റിമീറ്റർ ഹബ്ബാണ്, ഹബ്ബ് കേബിളാണ് ഇതിലുള്ളത്. ഇപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ലാപ്ടോപ്പിൽ കുത്തിയിട്ട് വേറൊരു ടേബിൾ വേറൊരു ടേബിളിൽ വെച്ചിട്ട് നമുക്ക് ഇതിൽ പവർ പോർട്ടോ ഇല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ USB ഇല്ലെങ്കിൽ നമുക്ക് പെൻ ഡ്രൈവ് ഇല്ലെങ്കിൽ നമുക്ക് ഐപോഡ് ചാർജ് ചെയ്യാം, മ്യൂസിക് പ്ലെയർ ചാർജ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഇതിൽ പറ്റും. DM എന്ന കമ്പനി പേര്. ഇതിൽ ബാക്കിൽ ഇൻസ്ട്രക്ഷൻസ് USB 2.0 4 പോർട്ട് ഹബ് അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. 120 സെൻറ്റിമീറ്റർ ഉണ്ട് ഈ കേബിൾ ലെങ്ത്ത്. നമുക്ക് ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കിത് കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് സൈഡിൽ ഒരു മൈക്രോ USB ആണെന്ന് തോന്നുന്നു, അത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഈ ഫോൺ ചാർജിങ് കമ്പ്യൂട്ടറിൽ കൊടുത്തിട്ട് ഫോണും നമുക്ക് മൈക്രോ USB പോർട്ട് പോലെയാണെന്ന് തോന്നുന്നു. മാനുവൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അറിയത്തില്ല. മാനുവൽ ചൈനീസ് അല്ലേ, ഇംഗ്ലീഷ് അല്ലല്ലോ. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇംഗ്ലീഷ് മാനുവലും കൊടുക്കണം. ബാങ്ക്വുഡിൽ വാങ്ങുന്ന സാധനങ്ങളെല്ലാം ചൈനീസ് മാനുവലാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മാനുവലും പാക്കേജിൽ കൊടുത്തു കഴിഞ്ഞാൽ, ബാങ്ക്വുഡ് കൊടുത്തു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ PDF ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉപയോഗപ്രദമായിരിക്കും. സൈഡിലൊരു കേബിൾ കൊടുത്തിരിക്കുകയാണ്, പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അത് മൈക്രോ USB ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ 4 USB പോർട്ടാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് ഏത് പോർട്ടാണ് ഉപയോഗിക്കുന്നത് ആ പോർട്ട് നമുക്ക് ഓഫ് ചെയ്യാം. കേബിൾ ലെങ്ത്ത് ധാരാളമുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ അടുത്ത് വേറെ ഒരു ഹബ്ബുണ്ട് ഇതുപോലെ, ചെറിയ കേബിളാണ്. പക്ഷേ ഇത് 120 സെൻറ്റിമീറ്റർ മാസീവ് ഹബ്ബാണ്. നമുക്ക് എല്ലാ സാധനങ്ങളും ദൂരെ ഇരുന്ന് ചാർജ് ചെയ്യാം. നമുക്ക് കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് വേറെ ഒരു ടേബിളിൽ വെക്കോ, അല്ലെങ്കിൽ നീട്ടമുള്ള ടേബിളാണെങ്കിൽ അതിലേക്ക് വെച്ച് നമുക്ക് ടേബിൾ കൂടുതൽ ഇതാണെങ്കിൽ, ലെങ്ത്തുള്ള ടേബിളാണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ ഉപയോഗപ്രദമായിരിക്കും. 4 പോർട്ട് കൊടുത്തിട്ടുണ്ട്, 4 ഓൺ ഓഫ് സ്വിച്ച്, 120 സെൻറ്റിമീറ്റർ. ഇതാണ് DM 2.0 USB 2.0 4 പോർട്ട് ഹബ്. ബാങ്ക്വുഡിൽ നിന്ന് വാങ്ങിച്ചതാണ്, പോയിൻറ്റ്സ് ഉപയോഗിച്ച് വാങ്ങിച്ചതാണ്. ലാഭമാണെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം.